ഇന്ന് ഒരു വീട് ഇന്നൊരു വീട് നോക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് 3-4 കൊല്ലമായിട്ട് അവർ പണിതിട്ട് അത് തീരുന്നില്ല. പണിയൊന്നും ഒരു കണക്കിന് പൂർത്തിയായി തീർക്കാൻ പറ്റണില്ല. അതിങ്ങനെ കിടക്കുകയാണ് കുറേ നാളായിട്ട്. അപ്പോൾ രക്ഷസിൻ്റെ ദോഷമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനത്തെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത്. അവരങ്ങനെ പറഞ്ഞ് അവർക്ക് അങ്ങനെ ഉണ്ട്, ആരോ മരണപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ രക്ഷസിൻ്റെ പ്രശ്നമാണെന്നാണ് അവർ പറഞ്ഞ്. അങ്ങനെയൊക്കെ ആരോ വന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് തെക്ക് രക്ഷസ് എന്ന് പറഞ്ഞാൽ രക്തം അങ്ങനെ ഒരു ഞാൻ ഇന്നൊരു വീട് നോക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവരെ വീടിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണി തുടങ്ങിയിട്ട് ഒരു 4 കൊല്ലത്തോളമായി. പക്ഷെ അതൊന്നും ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റണില്ല. അവർക്കത് തീർക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാണ്ട് വീട്ടിലാണെങ്കിൽ ഭയങ്കര വഴക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പുതിയ സ്ഥലം എടുത്തിട്ട് വീട് വെച്ചല്ലോ അവർ, സ്ഥലം എടുത്ത. അപ്പോൾ അവിടെ പറഞ്ഞത് അവർ ആരോ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ ആരോ മരണപ്പെട്ടിട്ടുണ്ട്, രക്ഷസിൻ്റെ ദോഷമുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനത് ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോണത്, ഒരാളുടെ കെയർ ഓഫിൽ വന്നിട്ട്. ഈ ചെക്കനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറുന്നില്ല. അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും, അച്ഛനായിട്ട് എപ്പോഴും വഴക്കാണ്. കണ്ടാൽ എപ്പോഴും തല കൊടുത്താം. പൊതുവേ ഇങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അവരമ്മ അങ്ങനെ കണ്ട് വിളിച്ചതാണ്, അങ്ങനെയാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വീടിൻ്റെ അവരെ ഭൂമി ചതുരഭൂമിയുടെ തെക്ക് വശത്തായിട്ട് കിഴക്കേ സൈഡിൽ നിന്ന് ഒരു വഴി ഒരു ഇത് കെട്ടിയെടുത്ത് അപ്പുറം മതിലുണ്ട്. അപ്പോൾ ഇവരെ പറമ്പിൽ കൂടെ തെക്ക് വശത്ത് കിഴക്കേ സൈഡിൽ കൂടെ ഒരു വഴി വന്നിട്ട് തെക്ക് പടിഞ്ഞാറ് സൈഡിലേക്കാണ്ട് പോകുന്നു. അപ്പോൾ അതാണ് ഈ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ തെക്ക് കിഴക്ക് വശത്ത് കൂടെയുള്ള വഴി വരുമ്പോൾ ആഗ്നേയദിക്കാണ് അത് വരുന്നത്. ആ ദിക്കിൽ കൂടെ കിഴക്ക്, അത് തെക്കോട്ടാണെങ്കിൽ കുഴപ്പമില്ല ആ വഴി. പക്ഷെ കിഴക്കുന്ന് തെക്ക് ഭാഗത്തുള്ള കിഴക്കുന്നുള്ള വഴി വന്ന് കയറുന്നതെന്ന് വെച്ചാൽ വീട്ടിലപ്പോൾ ആ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. അപ്പോൾ അവിടെ കലഹങ്ങൾ, അടിപിടി, ഇതുകളൊക്കെ ഉണ്ടാവും. അച്ഛൻ്റെ ആയിട്ടുള്ള തല്ലുടുത്തും കാര്യങ്ങളൊക്കെ അതാണ് മെയിനായിട്ട് വരുന്നത്. എന്നിട്ട് അത് പടിഞ്ഞാപ്പുറത്ത് കൂടെയാണ് പോകുന്നത്. അത് നമ്മുടെ കന്നിയാണ്. പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഭാഗം വരെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗം, തെക്കും പടിഞ്ഞാറും ഭാഗം ക്ലോസ് ചെയ്തിടണം. അപ്പോൾ ഈ പടിഞ്ഞാപ്പുറത്ത് കൂടെ ഇത് നമ്മുടെ വഴി കൂടെ പോകണം. അപ്പോൾ കൊണ്ടുവരുന്ന പൈസയും സമ്പത്തൊക്കെ അതിലൊഴുകി പോകും, നിലനിൽക്കില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. വീടിൻ്റെ വടക്കിഴക്ക് ഭാഗത്ത് നല്ല രീതിയിൽ പണിത് ആ ഭാഗം ഹൈറ്റ് കൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ അത് ഭൂമി ഇരിക്കണ പോലെയാവും. വടക്ക് കിഴക്കിൽ കൂടുതലിട്ടിട്ട് തെക്ക് പടിഞ്ഞാറിലുള്ള ഭാഗം പണിയാണ്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് മൂവ് ചെയ്യുന്ന ഹെഡ് ഭാഗം ശരിക്ക് ഭാരം കൂടിയ പോലെയാണ്. അപ്പോൾ നമ്മുടെ പണി നടക്കില്ല. ആ ഭാഗത്ത് ഭാരം കൂടുതൽ വന്നു കഴിഞ്ഞാൽ പണിയുന്ന സമയത്ത് ഭാരം ആദ്യം കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് സ്റ്റക്കാവും, പിന്നീട് അത് ലാഗ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വഴിയുടെ അപ്പുറത്തുനിന്ന് നമ്മുടെ പോണ വഴി അവർക്കുള്ള അപ്പുറത്തുള്ള വഴികൾക്ക് അതിനിപ്പുറത്തിട്ട് നമ്മൾ വേലി കെട്ടി ആ വഴി തെക്കോട്ട് വേണമെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്കുന്ന് തെക്കോട്ട് ഇറങ്ങുന്ന രീതിയിൽ വേണമെങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് ആ ഭാഗം ക്ലിയർ ചെയ്തു. പടിഞ്ഞാറ് ഭാഗം നമ്മുടെ ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് വരുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം മുഴുവൻ ക്ലോസ് ചെയ്തു. ആ പറമ്പ് ആ വഴി അപ്പുറത്തേക്ക് അവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഒതുക്കി നമ്മുടെ ഇതിനോട് ചേർത്തിട്ട് നമ്മളത് വേലി കെട്ടിയിട്ട് അത് തിരിക്കാനുള്ളത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. വേലി കെട്ടിയാലും മതി, വലിയ മതിലൊന്നും കെട്ടാനുള്ള ഇതില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വേലി കെട്ടിയിട്ട് നമ്മൾ ആ ഭാഗം മെയിനായിട്ട് ക്ലോസ് ചെയ്യുക. ആ വഴി വന്നിട്ട് നമ്മുടെ കിഴക്കുന്നുള്ള വഴി വന്നിട്ട് നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കുന്ന ആ ഭാഗം അപ്പുറത്തേക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ നമ്മുടെ വേലി കെട്ടിയിട്ട് അത് തിരിക്കാൻ പറഞ്ഞു. പിന്നെ വടക്കിഴക്ക് ഭാഗത്ത് ഒരു പൈപ്പ് കുത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പറഞ്ഞു. അവിടെ താഴ്ച വരുമ്പോഴേ അവിടെ നിന്ന് കുഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിണർ എന്തെങ്കിലും കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താഴ്ച വരും. അപ്പോൾ ഈ സാധനം ബാലൻസ് ആവും. തൽക്കാലം ഒരു മോട്ടറിനുള്ള പൈപ്പ് കുത്തുമല്ലോ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്, സമ്പ് താത്തു, അതേപോലെ ഒരു സമ്പ് താത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് താത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു വെള്ളം എടുക്കുന്നത് വേറെ സ്ഥലത്തു നിന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ സമ്പ് താത്തുമ്പോൾ അവിടെ ഒരു ഡീപ്പർ വന്നു, അവിടെ താഴ്ച വന്നു. ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ, ഒരു വസ്തുവിൽ ഭയങ്കരമായിട്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ അതെല്ലാവരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണികളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും. ഈ കലഹം വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള കലഹം, അല്ലെങ്കിൽ നാട്ടുകാരായിട്ടുള്ള തിരക്കം, അതൊക്കെ കൂടുതൽ വരുന്നത് തെക്ക് കിഴക്കെന്നുള്ള വഴികൾ,
തെക്ക് കിഴക്ക് ഭാഗത്തുള്ളത്. അത് ഡൈവേഴ്സ് വരെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, ഞാൻ മറുപടി തരാം. ഇപ്പോൾ ബോംബെ സിൽവാസിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് ഫ്ലാറ്റിലുള്ള പ്രശ്നങ്ങൾ 10-17 വർഷമായിട്ട് താമസിച്ചിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണില്ല, അവരെ ഇതോട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായിട്ട്. പിന്നെ മക്കൾ കല്യാണം കഴിച്ചിട്ട് 4 കൊല്ലമായി, കുട്ടികളില്ല. അതൊക്കെ നമ്മളെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഫോൾട്ടുകൾ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫോൾട്ടുകളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിണറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കാണാൻ പറ്റും ഒരു കുട്ടികളില്ലാത്തവർ, അല്ലെങ്കിൽ ഭാര്യ കലഹങ്ങൾ, അങ്ങനെ ഇങ്ങനെ റിലേഷൻസ് പ്രശ്നമായി രണ്ടാമത് കല്യാണം കഴിച്ച ആൾക്കാർ. അതുപോലെ വടക്ക് കിഴക്ക് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും പുതുതലമുറയ്ക്ക് കുട്ടികളില്ലാണ്ടിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ കുറേ വീടുകളൊക്കെ നോക്കിയിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. നന്ദി.